ഫസ്റ്റ് ഡേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നൈറ്റ് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ഡേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഒന്നും ചെയ്യാതിരിക്കാൻ ഇങ്ങനെ പ്രൈഡ് സ്പേസിലായിരുന്നു നമ്മൾ ഡേറ്റിംഗ് ചെയ്യേണ്ട കാര്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്ലി. അപ്പൊ എല്ലാ മച്ചന്മാർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ എടുക്കാനായിട്ടാണ്. ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവരിതിങ്, ലെറ്റ്സ് ഹിയർ അബൌട്ട് എവരിതിങ്. ഇത് എന്റെ ഏരിയ ആണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. ഐശ്വര്യ, അമൃത. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ചേച്ചി ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടുണ്ടോ? പെൺകുട്ടിയായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ല. ഓക്കെ, ചേച്ചി ചെയ്തിട്ടുണ്ടോ? ഇല്ല. 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 ചെയ്തിട്ടില്ല. താൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇല്ല, ചെയ്തിട്ടില്ല. ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ, നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താന്ന് പറയാൻ പറ്റും? ഒരെണ്ണം, അതായത് നമ്മൾ ആദ്യമായി ഡേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ആദ്യമായിട്ട് ചെയ്യുമ്പോ ചെയ്യാത്തോണ്ട് വലിയൊരു ഐഡിയ ഇല്ല. ചെയ്യാത്തൊരു ഐഡിയ ഒന്നും ഇല്ലല്ലേ? അതെ, വല്ലാണ്ട് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത് അല്ലെ? ഒരുപാട് എക്സ്പെക്ടേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോ പറ്റില്ല. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ ഡേറ്റിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താന്ന് വിചാരിക്കും? അതുപോലെ ഒന്നും ചെയ്യാതിരിക്കാൻ ഇങ്ങനെ പ്രൈഡ് സ്പേസിലായിരുന്നു. പാടില്ലാത്തത് സത്യമായിട്ട് എനിക്കറിയത്തില്ലെന്ന് പറയുന്ന. ഫസ്റ്റ് ഡേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നൈറ്റ് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ഡേറ്റ് ചെയ്യാതിരിക്കുക. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ട്രസ്റ്റ് വേണം ആളോട്. പിന്നെ ആ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ട്രസ്റ്റ് പോണ വരെ പിടിച്ചു വെക്കാം നമുക്ക്. അപ്പൊ നിയമപരമായിട്ട് ഇത് തെറ്റൊന്നല്ല. അപ്പൊ തെറ്റൊന്നല്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇവർക്ക് എവിടെയൊക്കെ പോയി ചെയ്യണ്ടേ? റൂമിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേറ്റിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വിചാരിക്കുന്നു? അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാതിരിക്കുക. പയ്യത്തുന്ന പനയം തിന്നാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പൊ ആ ഡേറ്റിംഗ് സമയത്താണ് കഴിക്കാൻ അതിനൊന്നും നിൽക്കാൻ പാടില്ല? അങ്ങനെയല്ല, എല്ലാം സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായി. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, നമുക്ക് ആ കുട്ടിനെ കല്യാണം കഴിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മള് ഡേറ്റിങ്ങിനൊക്കെ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പൊ ഡേറ്റിങ്ങിന് പോകുന്നപ്പോ ഇപ്പൊ കല്യാണം കഴിക്കുന്നവരല്ല, നമ്മളൊരു പരസ്പരം മനസ്സിലാക്കാനാണല്ലോ ഈ ഡേറ്റിംഗ്. ഇതിപ്പോ കല്യാണം കഴിക്കുന്നവര് മാത്രം മതി അങ്ങനെ ഡേറ്റിംഗ് ചെയ്താൽ. പക്ഷെ അത് നമ്മള് അറിയണ സമയത്തെ പറയുള്ളൂ. അത് ഒരു ഡേറ്റ് വേണ്ടി വരുമ്പോ അതൊക്കെ മാറും. ഫ്രണ്ട്ഷിപ്പ് അല്ലാണ്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ മാറും. വിട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. എന്താ ഉദ്ദേശിച്ചത്? ഒരു കിസ് അങ്ങനെയാണ്? നമുക്ക് ശരിയല്ലാന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഫിസിക്കലി ക്ലോസ് ആവുന്നത് ശരിയല്ലാന്ന് നമ്മുടെ മൈൻഡിൽ ഒരു കംഫർട്ട് ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യം. അതിപ്പോ ഫസ്റ്റ് ഡേറ്റിംഗ് അല്ല, ഇഷ്ടമല്ലാത്ത എന്താണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്കുള്ള ലിമിറ്റിന് നിന്നിട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഡേറ്റിംഗ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ട്രസ്റ്റ് വേണം. അതാണ് ഫസ്റ്റ് തന്നെ വേണ്ടത്. പിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടുതൽ മനസ്സിലാക്കുക, ടൈം എടുത്ത് മനസ്സിലാക്കുക. ഒരിക്കലും എടുത്തു ചാടാൻ പാടില്ല, ടൈം എടുത്ത് മനസ്സിലാക്കുക. പിന്നെ ഈ ഫസ്റ്റ് നൈറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത് നമ്മൾ ടൈം എടുത്ത് ചെയ്യാൻ മതി. Just go have fun. ആളെ കുറിച്ച് മനസ്സിലാക്കണ്ടേ? അപ്പൊ അതും അതിന്റെ കൂടെ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊറേ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. തേച്ചിട്ട് പോകാൻ പാടില്ല. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ ഡേറ്റിംഗ് ചെയ്യേണ്ട കാര്യം
പാർട്ട്ണറെ പരിചയപ്പെടുക, മാക്സിമം ആളെ പറ്റി മനസ്സിലാക്കാൻ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അതായത് മെല്ലെ നോക്കിയും കണ്ടും എല്ലാം റെഡി ആയിട്ട് ചെയ്യും. പിന്നെ നല്ല ആളെ നോക്കി ആളെ മനസ്സിലാക്കി നന്നായി മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ, അതിനു വേണ്ടി സമയത്തിന് വേണ്ടി ചോദിക്കുകയാണ് എല്ലാം വലിച്ചും കഴിഞ്ഞാണ് ചാടി കയറി താങ്ക് യു സോ മച്ച്. എല്ലാ മച്ചന്മാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ക്യാമറമാൻ നവാസിനോടൊപ്പം സൈനിങ് ഔട്ട്.